രാവിലെ തന്നെ കിച്ചണിൽ കിടന്ന അടിയാണ് ഷാനവാസും അനുമോളും ലക്ഷ്മിയും തമ്മിൽ. രാവിലെ കിച്ചൺ ടീമായ അനുവും അതുപോലെ തന്നെ ലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ ചപ്പാത്തിയാണ് മറ്റുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. ആദ്യം തന്നെ അവർ 2 ചപ്പാത്തിയാണ് കഴിക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ആവശ്യമുള്ളവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വീണ്ടും തരാമെന്ന് അനുമോളും അതുപോലെ തന്നെ ലക്ഷ്മിയും പറയുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഷാനവാസ് അവിടെ ചെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആദ്യം തന്നെ 3 ചപ്പാത്തി കൊടുക്കണ്ടായിരുന്നോ? കാരണം ഓൾറെഡി 2 ചപ്പാത്തി കഴിച്ചവർ ഭൂരിഭാഗം പേര് എല്ലാവരും തന്നെ രണ്ടാമത് വീണ്ടും വന്ന് മേടിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങൾ ഓൾറെഡി മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ 3 ചപ്പാത്തി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് എഴുന്നേറ്റ് വരേണ്ട ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? ആദ്യം തന്നെ കൊടുത്തുകൂടെ എന്ന് ഷാനവാസ് ചോദിക്കുന്നു. അപ്പോൾ തന്നെ അവർ രണ്ടുപേരും പറയുന്നുണ്ട്, 2 എണ്ണം കഴിച്ച് വിശപ്പ് മാറുന്നവർക്ക് പിന്നെ ഒരെണ്ണം നമ്മൾ എക്സ്ട്രാ കൊടുത്തെങ്കിൽ അത് വെറുതെ വേസ്റ്റ് ആവില്ലേ, അതുകൊണ്ട് 2 എണ്ണം കഴിച്ച് കഴിഞ്ഞിട്ട് വിശപ്പ് മാറാത്തവരുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്നാൽ വീണ്ടും ചപ്പാത്തി കൊടുക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, ഇവിടെയുള്ള ആർക്ക് തന്നെ 2 ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞാൽ വിശപ്പ് മാറില്ല, രാവിലെ തൊട്ട് വിശന്നിരിക്കുന്നതാണ്, 2 എണ്ണം കഴിച്ചാലൊന്നും ആകത്തില്ല. മാത്രമല്ല ചിലർ 2 എണ്ണം കഴിച്ചിട്ട് പ്ലേറ്റ് കഴുകി വെക്കുന്നുണ്ട്, പക്ഷേ അത് അവർക്ക് വിശക്കാത്തതുകൊണ്ടല്ല, അവരിനി വെറുതെ വന്ന് ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സറിഞ്ഞ് വയറ് നിറച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഷാനവാസ് അവിടെ പറഞ്ഞത്. അപ്പോൾ 3 എണ്ണം ഒരുമിച്ച് കൊടുക്കണം എന്ന് പറയുമ്പോൾ അനുമോളൊക്കെ പറയുന്നത് 3 എണ്ണം ഒരുമിച്ച് കുത്തിക്കയറ്റാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നീ 2 എണ്ണം കിട്ടുമ്പോൾ നീ കുത്തിക്കയറ്റിയാണോ കയറ്റുന്നതെന്നൊക്കെ ചോദിച്ച് അവിടെ പൊരിഞ്ഞ വാക്കുതർക്കം നടക്കുവാണ്. അത് കഴിഞ്ഞ് ലക്ഷ്മിയും ഷാനവാസും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. പൊരിഞ്ഞ വാക്കുതർക്കമാണ്. അതിൽ ലക്ഷ്മീനെ തേച്ചൊട്ടിക്കുന്നുണ്ട് ഷാനവാസ്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.